ആലപ്പുഴ ആറാട്ടുപുഴയിൽ തെരുവ് നായയുടെ കടിയേറ്റ് മരിച്ച വയോധികയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തകഴി അരയഞ്ചിറ സ്വദേശിയായ കാർത്തിയായനിയാണ് ഇന്നലെ നായ കടിയേറ്റ് മരിച്ചത്. മകൻ പ്രകാശിന്റെ വീട്ടിലെത്തിയതായിരുന്നു കാർത്തിയായനി. മൂന്നാല് പട്ടി ഉണ്ടായിരുന്നു. അമ്മ അവിടെ താഴെ കിടക്കുകയായിരുന്നു. അമ്മയ്ക്ക് എനിക്കൊന്നും എനിക്ക് നോക്കാനോ ബോധം അങ്ങനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വരിയെടുത്ത് ആശുപത്രിയിൽ പോവുമായിരുന്നു. മുഖമൊക്കെ ഭയങ്കരമായിട്ട് ആക്രമിച്ചു. അങ്ങനെ ഇവിടെ ഈ താടിയലിന് ഇവിടാണ് കടി കിട്ടിയിരിക്കുന്നത്. എനിക്കിത് ഒറ്റ നോട്ടം എൻ്റെ അമ്മയല്ലേ, എനിക്ക് എന്ത് പറയാൻ പറ്റും. ഈ നായ്ക്കൾ എങ്ങനെയാണ് അകത്തോട്ട് കയറുന്നത്? തേണ്ട നമ്മുടെ വേലി, നമുക്കിപ്പോ ഒരു ഫ്രണ്ട് മാത്രമല്ലേ ഉള്ളൂ. തേണ്ട സാർ, അവിടെ വേലിയുടെ സൈഡെല്ലാം സൈഡിൽ കൂടെ ഒക്കെയായി ഇത് കയറുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ എപ്പോഴും ഈ വേലി കെട്ടിയാലും ഇത് തുളച്ച് കയറി വരും. ഇതിനു മുമ്പ് അങ്ങനെ കയറിയിട്ടുണ്ടോ ചേട്ടാ? കയറിത്തെ ഈ നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ പട്ടിയെ ഒരു പ്രാവശ്യം കടിച്ചതാ. അവനെ കടിച്ച് ഞാൻ പിന്നെ വെറ്റാട്ടിനൊക്കെ വെച്ച് കുറച്ച് ഉണങ്ങിയിരിക്കുക. ഇന്നലെ കടിച്ചില്ല. പക്ഷെ ഞങ്ങൾ വരുമ്പം രണ്ടെണ്ണം ഇവിടെ ഇപ്പോൾ ഒരെണ്ണം നമ്മുടെ പട്ടിയുടെ ഒരെണ്ണത്തിന്റെ പെടലിക്ക് പിടിച്ചിട്ടുണ്ട്. അവൻ അമ്മയ്ക്ക് നിലവിളിക്കാൻ ഇതിൻ്റെ അകത്തുണ്ട്. അമ്മയ്ക്ക് നിലവിളിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു. ഉണ്ട്. അമ്മ കരഞ്ഞെന്നാ ഇവര് ഇപ്പൊ ഇവിടെ നിന്ന് അമ്മ നിലവിളിക്കും. പക്ഷെ കേട്ടെന്നാ പറയുന്നത്. നമുക്കിപ്പോ അതിനെപ്പറ്റി അറിയില്ല. അമ്മ കുടിച്ചിട്ട് അമ്മയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അമ്മ ഈ കഴിച്ചിട്ട് കാക്കയ്ക്ക് ഇങ്ങനെ എറിഞ്ഞൊക്കെ കൊടുക്കും. പിന്നെ എനിക്കറിയത്തില്ല എന്താണ് ഇവിടെ സംഭവം. ഞാനിവിടെ വന്നിട്ട് 16 വർഷം. അമ്മ ഇപ്പൊ എൻ്റെ കൂടെ ആയിട്ട് 1 വർഷം ആകുന്നു. ഇത് കുഴപ്പമില്ല. ഇന്നലെ രാവിലെ ഞങ്ങൾ എണ്ണിപ്പിച്ച് രാവിലെ എന്നെ കുളിച്ച് ഞാൻ പോകുന്നതിന് മുന്നേ അങ്ങനെ ആ ശീലമുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം ഒക്കെ അതൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അതെ, നിങ്ങൾ വന്ന് നോക്കും. അകത്ത് അമ്മയ്ക്ക് ഒരു മുറിയുണ്ട്. പക്ഷെ ഇത് ഈ സ്റ്റെപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറണ്ടല്ലോ, പ്രായമല്ലേ. ഞാനത് കാരണം ഞാൻ പറയാം, ഒന്നീ അമ്മ അകത്തിരി, അല്ലെങ്കിൽ വെളിയിലേക്ക്. ഞാൻ വെളിയിലേക്കാണ്, നീ വരുമ്പോഴത്തേനും ഞാൻ അകത്ത് കയറാം. അപ്പോൾ അവള് ചിലപ്പം വെളിയിൽ കൊണ്ട് കൊടുക്കും, അല്ലെ അകത്താണെങ്കിൽ അമ്മയ്ക്ക് അകത്തിരുന്ന് ഭക്ഷണം കൊടുക്കും. ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അമ്മ അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാം. ഇത് അങ്ങനെ ഒരു വീട്ടിലെ ഒരാള് എന്ന് പറഞ്ഞ പോലെ നടക്കുകയും ചെയ്യുന്ന ഒരാള് നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ ഈ പട്ടി ഇത് ഒരു ഉണ്ടാവുമെന്ന്. തെരുവുനായ ആക്രമണ ഭീതിയിലാണ് നാട്.